ഇരകൾ പരാതി നൽകൂ, സർക്കാർ കൂടെയുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനി അതും ഞങ്ങൾ ചെയ്യണോ എന്നാണ് പാർവതി തിരുവോത്ത് ചോദിച്ചത്. പേടിച്ചരണ്ട് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മനസ്സ് തുറന്നവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അവർ പരാതിയുമായി മുന്നോട്ട് വരണമെന്നില്ല എന്ന് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു. റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം മുതൽ പറയുന്ന കാര്യമാണ് ഇന്ന് ഹൈക്കോടതിയും പറഞ്ഞത്. പോക്സോ കേസുകളും ലൈംഗികാതിക്രമങ്ങളും മൊഴികളിലുണ്ടോ എന്ന് കോടതി ഇനി നേരിട്ടറിയും. പുറത്തുവിട്ടതിലും അപ്പുറമുള്ള സത്യങ്ങൾ കണ്ട് കോടതി തീരുമാനങ്ങൾ എടുക്കും. പവർ ലോബിയിലെ പേരുകൾ പുറത്തു വരണോ എന്ന് കോടതി തീരുമാനിക്കും. സീൽ വെച്ച കവറിൽ സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കോടതിയും പറഞ്ഞോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ അതിഥികളിലേക്ക് പോകും മുമ്പ് ആദ്യം പ്രതിപക്ഷ നേതാവ് അല്പസമയം നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം ശ്രീ വി ഡി സതീശൻ. നമസ്കാരം. ഇന്നിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവ്, കേസ് എടുത്തുകൂടെ എന്ന് കോടതി ചോദിക്കുന്നു. ഗുരുതരമായ വിഷയങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്ന് കോടതി പറയുന്നു. ഇതല്ലേ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കോടതി പറഞ്ഞാൽ കേൾക്കാം, അതുവരെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യരുതെന്ന്. ഇതാണ് സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ അയച്ച ഒരു കത്തും അത് താങ്കൾ വാർത്താ സമ്മേളനത്തിൽ കാണിക്കുകയും ചെയ്തല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹേമ കമ്മിറ്റി ഇല്ല. ഹേമ കമ്മിറ്റിക്ക് പിന്നെ യാതൊരു ജുഡീഷ്യൽ പവറും ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ എന്തുകൊണ്ടാണ് ഇതിന് വിമുഖത കാണിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തോന്നൽ. അല്ല, ഇതിൻ്റെ അകത്ത് കുറ്റവാളികളായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. സർക്കാരിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം സമ്മർദ്ദങ്ങളുണ്ട്. അതുകൊണ്ട് അവർ ചെയ്യുന്നതൊരു ക്രിമിനൽ കുറ്റമാണ്. ഞാൻ വളരെ വ്യക്തമായി ആദ്യം മുതലേ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്, നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ജസ്റ്റിസ് ഹേമ. ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. ആ മൊഴികൾ പെൻഡ്രൈവായും തെളിവുകൾ വാട്സാപ്പ് മെസ്സേജായും ഇന്ന് ഹൈക്കോടതി പറഞ്ഞ പോലെ വളരെ കുഴപ്പം പിടിച്ച രീതിയിലുണ്ട്. ആ തെളിവുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു സീരീസ് ഓഫ് ഒഫൻസസ്, അതായത് കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു. ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ കുറ്റകൃത്യം നടന്നു എന്ന് ഇരകളുടെ മൊഴിയുണ്ട്, തെളിവുകളുണ്ട്, പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള തെളിവുണ്ട്. അപ്പോൾ കുറ്റകൃത്യം നടന്നു എന്ന് മനസ്സിലായാൽ ഒരു വ്യക്തി പോലും ചെയ്യേണ്ടത് എന്താ? ഇപ്പോൾ താങ്കളാണെങ്കിലും ഞാനാണെങ്കിലും ചെയ്യേണ്ടത് അത് പുറത്തറിയിക്കുക എന്നുള്ളതാണ്. നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത് ക്രൈമാണ്. ഇത് നമ്മൾ ഒളിച്ചു വെച്ചാൽ, ഒരു ക്രൈം നടന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ട് നമ്മളത് ഒളിച്ചു വെച്ച്, നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അറിഞ്ഞിട്ട് നമ്മളത് ഒളിച്ചു വെച്ചാൽ നമ്മളെ 6 മാസം തടവിന് വരെ ശിക്ഷിക്കാവുന്ന തരത്തിൽ നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ മുന്നിലാണ്. 2 സാംസ്കാരിക മന്ത്രിമാരിത് വായിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയാം ഈ സംഭവമെല്ലാം. അപ്പോൾ ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമം നടന്നുവെന്ന് തെളിവുകളുടെ പിൻബലത്തോടു കൂടി ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടും കേസെടുത്തില്ല എന്നത് പോട്ടെ, ഒരു അന്വേഷണം പോലും നടത്തിയില്ല. ഞാൻ ഇപ്പോഴും പറയുന്നില്ല കേസെടുക്കണമെന്ന്. ഞാൻ പറയുന്നത് ഒരു വനിതാ IPS ഓഫീസറെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ചിട്ടായാലും കേസെടുത്താൽ മതി. നോർമൽ കേസിൽ ഒരു ഒഫൻസ് നടന്നു എന്നറിഞ്ഞാൽ അപ്പോൾ FIR ഇട്ട് അന്വേഷിക്കേണ്ടതാണ്. പ്രതികളെയൊക്കെ അന്വേഷണത്തിൽ തീരുമാനിക്കേണ്ടതാണ്. ആരാണ് പ്രതികൾ? നമുക്കിപ്പോൾ പൊതുവൽക്കരിച്ച് പ്രതികൾ ആരാണെന്നുള്ളത് അതല്ലല്ലോ കേസ്. അപ്പോൾ ചെയ്യേണ്ടത് നിയമപരമായ ഒരു ബാധ്യത, നിയമപരമായ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഗവൺമെൻറ്റിനുണ്ട്, വ്യക്തികൾക്കുണ്ട്. ഇപ്പോൾ പോക്സോ ആക്ട്, ഇപ്പോൾ ഇതിൽ പോക്സോ കേസ് ഉണ്ടെന്ന് പറയും. പോക്സോ കേസിലെ 21 സെക്ഷൻ 21 പറയുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെയൊരു ക്രൈം നടന്നു എന്നറിഞ്ഞാൽ അത് ഒളിച്ചു വയ്ക്കുന്നത് ശിക്ഷാർഹമാണെന്നാണ്. ഭാരതീയ ന്യായ സംഹിതയിലും പറയുന്നു, പോക്സോ ആക്റ്റിലും പറയുന്നു. ഇതൊന്നും ഗവൺമെൻറ്റിലിരിക്കുന്നവർക്ക് ആർക്കും അറിയില്ലേ? എന്നിട്ട് DGP ആയിരുന്ന ലോകനാഥ് ബെഹ്റ നിയമോപദേശം കൊടുത്തു. ലോകനാഥ് ബെഹ്റ ആരാണ്? DGP ആരാണ് നിയമോപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ? 2 പോയിന്റ് അത്. 3ാമത്തെ പോയിന്റ്, ഗവൺമെൻറ് പറയുന്ന ന്യായീകരണ പച്ചക്കള്ളമാണ്. താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം
പിന്നെ റിപ്പോർട്ട് പബ്ലിക് ഡോക്യുമെൻ്റാണ്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻ്റാണ്. അത് വളരെ മാസങ്ങൾക്ക് ശേഷമാണ് ജസ്റ്റിസ് ഹേമ ഒരു കത്ത് എഴുതുന്നത്. ആ കത്തിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കാരണവശാലും ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞിരുന്നത്. നിങ്ങളുടെ അത് ഈ കത്ത് ലീക്ക് ചെയ്യുമെന്ന് ഗവൺമെൻറ് ഒരിക്കലും വിചാരിച്ചില്ല. മുഖ്യമന്ത്രി പറഞ്ഞ അന്ന് ദൗർഭാഗ്യവശാൽ ഈ കത്ത് ലീക്ക് ചെയ്തു. ആ കത്തിൽ എന്താണ് ജസ്റ്റിസ് ഹേമ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളിത് റൊട്ടീൻ മാനറിൽ ഇത് പുറത്തായാൽ, ഈ റിപ്പോർട്ട് പുറത്താകുവാണെങ്കിൽ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്ന ചില അടിസ്ഥാന തത്വങ്ങൾ പാലിക്കണമെന്നാണ്. അതുമാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ട് ഒരിക്കലും പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ പറഞ്ഞു വന്നു. ഒന്ന്, ജസ്റ്റിസ് ഹേമയ്ക്ക് അതിനുള്ള അധികാരമില്ല. രണ്ട്, ജസ്റ്റിസ് ഹേമ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റിസ് ഹേമ പറഞ്ഞത് കറക്റ്റാണ്. ഇത്തരം കേസുകൾ വന്നാൽ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ സുപ്രീം കോടതി പറയുന്നത്? പുതിയ കാര്യമാണോ? ലൈംഗിക അതിക്രമ കേസുകളിൽ ഇരകളായ അവരുടെ പേരുകൾ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല. അതെ, പണ്ട് സ്ഥലപ്പേര് പറയായിരുന്നു. പണ്ട്, ഞാൻ കേസൊന്നും പറയുന്നില്ല, സ്ഥലപ്പേരും പറയാൻ പാടില്ല. ഇപ്പോൾ അവരുടെ ബന്ധുക്കളുടെ മുഖം കാണിക്കുക. ഇപ്പം നിങ്ങൾ TV ചാനലിൽ ഇരയെ കാണിക്കുമ്പോൾ ഇരയുടെ പേര് പറയുമോ? ഇരയുടെ മുഖം കാണിക്കുമോ? ഇരയുടെ ബന്ധുക്കളുടെ മുഖം കാണിക്കുമോ? നിങ്ങൾ ഒന്നും കാണിക്കില്ല. അത് സുപ്രീം കോടതി ഇട്ടിരിക്കുന്ന ഒരു ഇതുപോലത്തെ ഒരു കേസ് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ്. ഇരയെ ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു കാര്യവും പറയരുത്. അത് വളരെ വ്യക്തമല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഈ ലൈംഗിക കേസുകളിൽ പെടുന്ന ഇരകളായ സ്ത്രീകളെ അതിജീവിത എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? അത് ആരെങ്കിലും പേരാണോ അതിജീവിത? ഡൽഹിയിലും കൽക്കട്ടയിലും ഉണ്ടായ സംഭവത്തിൽ ആ പെൺകുട്ടികൾക്ക് ഇട്ട പേരെന്താ? നിർഭയ. നിർഭയ, അതിജീവിത എന്നെല്ലാം വിളിക്കുന്നത് ഈ സുപ്രീം കോടതിയുടെ, ഇത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അറിയാം. തീർച്ചയായും ഇതിനകം തന്നെ ഇരകളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ട് എന്നിരിക്കെ ഹേമ കമ്മിറ്റിയും തീർച്ചയായും മൊഴിയെടുക്കുന്ന ഘട്ടം മുതൽ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ആ മൊഴിയെടുക്കൽ നടത്തിയിട്ടുള്ളത്. അത് ഡോക്യുമെന്റ് ചെയ്യുന്നതടക്കം ആ ശ്രദ്ധ അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പിന്നീട് ജസ്റ്റിസ് ഹേമ കത്തയച്ചതും. താങ്കൾ പറഞ്ഞതുപോലെ സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം തുടർ നടപടികൾ എന്ന് തന്നെയാണ് അതിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ഇതിലൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു രൂപത്തിലേക്ക് സർക്കാർ പോവുകയാണ്. 4.5 വർഷം അത് സൂക്ഷിച്ചു. താങ്കൾ പറഞ്ഞ പോലെ 2 സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരും അത് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല കേട്ടോ. മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഞാൻ വായിച്ചിട്ടില്ല, സാംസ്കാരിക വകുപ്പിന് റോളില്ല, ഇതാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു. ആ കോൺക്ലേവിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇരകളും വേട്ടക്കാരും കൂടിയിരുന്നുള്ള ഒരു മധ്യസ്ഥ ചർച്ചയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദ്യം വരുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്നു. അവിടെ ചായ കൊടുക്കുന്ന വ്യക്തി മുതൽ സിനിമാ മേഖലയിലെ എല്ലാവരെയും വിളിച്ചു വരുത്തിയുള്ള ഒരു കോൺക്ലേവ്, ഒരു ഉത്സവമാണോ എന്ന് ആലോചിക്കുന്നതെന്ന് അറിയില്ല. ഇത്രയും ഗുരുതരമായ റിപ്പോർട്ട് അവിടെ നൽകുമ്പോൾ സിനിമാ മേഖലയുടെ സമഗ്ര വികസനത്തിനുള്ള ചർച്ചയാണത്രേ. ഇപ്പോൾ സിനിമാ മേഖലയ്ക്ക് വികസനത്തിൻ്റെ ഒരു കുറവുണ്ടോ ശ്രീ വി ഡി സതീശൻ? ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സഹപ്രവർത്തകയോട് മോശമായി പെരുമാറുകയോ ഈ കേസിൻ്റെ പരിധിയിൽ വരുന്ന ലൈംഗിക ചൊവ്വ കലർന്ന സംസാരം നടത്തുകയോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടക്കുകയോ ചൂഷണം നടത്തുകയോ ചെയ്യുന്നു. അതിൻ്റെ മേലുദ്യോഗസ്ഥനെ അറിയുന്നു. അവരുടെ മേലുദ്യോഗസ്ഥൻ അറിയുന്നു. മേലുദ്യോഗസ്ഥൻ അറിഞ്ഞിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മേലുദ്യോഗസ്ഥനെതിരെ കേസെടുക്കും, ഇല്ലേ? ഈ ഉദ്യോഗസ്ഥനെതിരായി ഈ ലൈംഗിക അതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥനെതിരായി കേസെടുക്കും. അപ്പോൾ മേലുദ്യോഗസ്ഥനത് അറിയണം. തൊഴിലിടങ്ങളിലെ സുരക്ഷയെ സംബന്ധിച്ച നിയമം അതാണ്. അത് അറിയിച്ചില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ, ഇതറിഞ്ഞ ഉദ്യോഗസ്ഥൻ അയാൾക്കെതിരെ കേസെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിക്കും ഈ 2 സാംസ്കാരിക മന്ത്രിമാർക്കെതിരായിട്ട് കേസെടുക്കേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കേസെടുക്കേണ്ടതാണ്. എന്നിട്ട് ഇവർ പറയുകയാണ്, ഇവർ ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചും കുറ്റകൃത്യങ്ങളുടെ പരമ്പര, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഒരു കേസ് അല്ലല്ലോ, കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഉണ്ടായിരിക്കുന്നതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. എന്നിട്ട് ഞാനാണ് ആദ്യം ചോദ്യം ചെയ്തത്, എന്ത് കോൺക്ലേവാണ്? ആരോപണ വിധേയരായ ആളുകളും ഇരകളെയും ഒരുമിച്ചിരുത്തി ചായ കൊടുക്കാൻ പോകുന്ന ഒരു കോൺക്ലേവ് സമ്മതിക്കില്ല കേരളത്തിൽ. അങ്ങനത്തെ ഒരു കോൺക്ലേവ് സമ്മതിക്കില്ല. ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഈ പാവപ്പെട്ട സ്ത്രീകളെ അവരെ അപമാനിക്കുകയാണ്. മറ്റവരോടൊപ്പം വിളിച്ച് ഒരുമിച്ച് കോൺഫറൻസിന് വിളിക്കുക. എന്നാൽ അവരെ ഒന്ന് മാലയും കൂടി ഇട്ട് സ്വീകരിക്കുക, സ്പെഷ്യൽ അവാർഡ് കൂടി കൊടുക്കുക ആരോപണ വിധേയരായ ആളുകൾക്ക്. ആ കോൺക്ലേവിൽ വെച്ച് അവരെ ഒന്ന് ആദരിക്കുക. ഈ കണക്കിന് പോയ സർക്കാർ അതിൻ്റെ അപ്പുറം ചെയ്യുമല്ലോ. ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളിത് ഉയർത്തുന്നത്
പൊളിറ്റിക്സ് അല്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തോ മന്ത്രിസഭയിലെ ഏതെങ്കിലും അംഗങ്ങളെ ടാർഗറ്റ് ചെയ്തോ കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ അലിഗേഷൻ അല്ല, പൊളിറ്റിക്കൽ അലിഗേഷൻ അല്ല. ഇത് ഒരു സ്ത്രീ സംബന്ധമായ വിഷയമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിന് വേണ്ടിയുള്ള സ്ത്രീപക്ഷ നിലപാടാണ്. ഇതിനൊരു രാഷ്ട്രീയമുണ്ട്, അതിലൊരു സ്ത്രീപക്ഷ രാഷ്ട്രീയമുണ്ട്. സ്ത്രീകൾ അപമാനിക്കപ്പെടരുത് ഒരു തൊഴിലിടങ്ങളിലും. ഇവിടെ കേസെടുക്കാതെ പോയാൽ ഏതെങ്കിലും സർക്കാർ ഓഫീസിലോ ഏതെങ്കിലും പൊതു ഇടങ്ങളിലോ തൊഴിലിടങ്ങളിലോ വെച്ച് ഏതെങ്കിലും സ്ത്രീ അപമാനിക്കപ്പെട്ടാൽ കേസെടുക്കാൻ എങ്ങനെ പറ്റും നിങ്ങൾക്ക്? എന്നിട്ട് പറഞ്ഞ ന്യായം എന്താ? കഴിഞ്ഞ സാംസ്കാരിക മന്ത്രി കോവിഡ് കാലമായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ലെന്ന്. അപ്പോൾ കോവിഡ് കാലത്ത് നടന്ന ലൈംഗിക അതിക്രമ കേസിൽ നിങ്ങൾ കേസെടുത്തിട്ടില്ലേ? അന്ന് നടന്ന ക്രിമിനൽ കേസുകളിലൊന്നും നിങ്ങൾ കേസെടുത്തില്ലേ? നിങ്ങൾ കോവിഡ് കാലത്ത് തിരക്കായിരുന്നു. കോവിഡ് കാലത്ത് തിരക്കാണെങ്കിൽ റേപ്പ് കേസും സെക്ഷൽ അബ്യൂസ് കേസിൽ കേസെടുക്കില്ലേ? എന്തൊരു അസംബന്ധമാണ് ഇവർ പറയുന്നത്. തീർച്ചയായും സീൽ വെച്ച കവറിൽ നമ്മൾ കണ്ടതിലും അപ്പുറം ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ കാണാത്ത ഇതിലും അപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങൾ കോടതി കാണും. അതിലെ പേര് വിവരങ്ങൾ കോടതിക്ക് കിട്ടും. ഇപ്പോൾ ലോക്കറിൽ വെച്ചിരിക്കുന്ന സർക്കാർ ലോക്കറിൽ വെച്ചിരിക്കുന്ന തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തും. അപ്പോൾ കോടതിക്ക് ഈ പേരുകൾ വേണമെങ്കിൽ പുറത്തുവിടാം. ഈ 15 പേരുകൾ, ഈ പറയുന്ന പവർ ലോബി, ആ പേരുകൾ പുറത്തു വരണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും വരണമല്ലോ. ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ഗവൺമെൻറ് അന്വേഷണം കൂടി നടത്തിക്കോ, അത് ശരിയാണോ അല്ലേന്ന്. ഈ അലിഗേഷൻസ് ശരിയാണോ അല്ലേ എന്ന് അന്വേഷണം, ഒരു വനിതാ IPS ഓഫീസറെ വെച്ച് അന്വേഷണം കൂടി അന്വേഷണം കൂടി നടത്തിയിട്ട് അവർ കുറ്റവാളികളാണെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ പേര് പുറത്തു വരണ്ടേ? കുറ്റം ചെയ്ത ആളുകളുടെ പേര് പുറത്തു വരണ്ടേ? ഞാൻ ചോദിക്കട്ടെ, എത്രയോ രാഷ്ട്രീയ ഉമ്മൻചാണ്ടിയുടെ പേര് വരെ പുറത്തു പറഞ്ഞ ആളുകളല്ലേ ഈ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ. ഉമ്മൻചാണ്ടിയെ പോലുള്ള വളരെ പ്രായം ചെന്ന പരിണതപ്രജ്ഞനായ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പേര് വരെ ഇവർ ഈ കേസിൽ പുറത്തു പറഞ്ഞ ആളുകളല്ലേ. അതിനേക്കാൾ വലുതാണോ? എന്നിട്ട് അദ്ദേഹം നിഷ്കളങ്കനാണെന്ന് തെളിഞ്ഞു. മുഴുവൻ ഇവർ തെറ്റായ ആരോപണമാണെന്ന് തെളിഞ്ഞു. എല്ലാ കോടതികളും അദ്ദേഹത്തെ മോചിതനാക്കി. ഇവർ പേര് പറഞ്ഞില്ലേ? ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാളുടെ പേര് ഇവർ കേരളത്തിൽ പറഞ്ഞ ആളുകളാണ് ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതെന്ന് ആരും മറക്കരുത്. സർക്കാരിന് ഭയമാണോ ഈ പവർ ലോബി? കോടതി പറഞ്ഞ സർക്കാരിന് ഭയമാണോ? സർക്കാരിന് ഭയമാണോ, അവരുടെ ഭാഗത്ത് നിന്ന് സർക്കാരിനകത്ത് നിന്നും പുറത്തു നിന്നുള്ള സമ്മർദ്ദമാണോ എന്ന് എനിക്ക് സത്യം അറിയില്ല. പക്ഷെ ഇപ്പം മന്ത്രി പറയുന്നു കോടതി പറഞ്ഞ എടുക്കാന്ന്. പിന്നെ കോടതി പറഞ്ഞ എടുക്കാനല്ലേ അവിടെ ഇരിക്കുന്നത്? അല്ല, കോടതി പറഞ്ഞാൽ കേൾക്കാമെന്ന് പറയുന്നതിലുമുണ്ട് ഒരു ന്യായം. ശ്രീ വി ഡി സതീശൻ, അതായത് ഞങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല, കോടതി പറഞ്ഞത് കൊണ്ട് ചെയ്യേണ്ടി വരുന്നു എന്ന് ആരോടോ പറയുകയാണ്. ആരോട്? കറക്റ്റാണ്, ആരോടോ പറയുക. അവർക്ക് എടുക്കാൻ പേടിയാണ്, എടുക്കാതിരിക്കാൻ സമ്മർദ്ദമുണ്ട്. ഒരു സംസ്ഥാനത്തും നടക്കാത്ത കാര്യമാണിത്. ഒരു സംസ്ഥാനത്തും നടക്കാത്ത കാര്യമാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഇതിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഇവരിനിയും ഇത് ചെയ്യാതെ പോയാൽ, ഇവരിത് ഒളിച്ചു വെച്ചതിൻ്റെ പേരിൽ 4.5 വർഷക്കാലം ഒളിച്ചു വെച്ചതിൻ്റെ പേരിൽ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാറ്. ഇതൊരു നിലപാടാണ് ഞങ്ങളുടേത്. ഞങ്ങൾക്ക് വ്യക്തികൾ അല്ല പ്രശ്നം, വ്യക്തികളല്ല വിഷയം. ഏത് വ്യക്തികളായിക്കോട്ടെ, വ്യക്തികളല്ല വിഷയം. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു സിനിമ പോലുള്ള മലയാള സിനിമയെക്കുറിച്ച് എന്തൊരു പേരാണ്, ലോകം മുഴുവൻ എന്തൊരു പേര്, ഇന്ത്യ മുഴുവൻ എന്തൊരു പേര്. ആ സിനിമ നടക്കുന്ന തൊഴിലിടത്ത് സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന് അപമാനമാണ്. അതിൽ വമ്പന്മാരാണ്, കൊമ്പന്മാരാണ് എന്ന് പറഞ്ഞ് സർക്കാർ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ നാളെ ഒരാളെയും കേസിലെടുക്കാനോ ഒന്നിനും സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യം വരും. ഈ സർക്കാർ അവരുടെ നിയമപരമായ ലീഗൽ ഒബ്ലിഗേഷൻസിൽ നിന്ന് ഒളിച്ചോടുകയാണ്. നിയമപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ഒളിച്ചോടുകയാണ്. തീർച്ചയായും ഇനിയെങ്കിലും ഒരു തുറന്ന സമീപനത്തിലേക്ക് സർക്കാരിന് വരേണ്ടി വരും, അല്ലെങ്കിൽ കോടതി വരുത്തുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഇന്നത്തെ യാഥാർത്ഥ്യം. വളരെ നന്ദി ശ്രീ വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, ഈ ഘട്ടത്തിൽ നിലപാടുകൾ കൃത്യമായി പറഞ്ഞതിന്. ഇരകൾക്ക് നീതി ലഭിക്കുക, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു കൃത്യമായ പരിസമാപ്തി ഉണ്ടാവുക, അതുതന്നെയാണ് റിപ്പോർട്ടറും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇരകൾക്കൊപ്പം WCCയുടെ നിലപാടിനൊപ്പം നമ്മൾ നിൽക്കുന്നത്. വളരെ നന്ദി ശ്രീ വി ഡി സതീശൻ. ചർച്ചയിലേക്ക് പോവുകയാണ്. ചർച്ചയിൽ WCC അംഗം ആശ ആച്ചിയുണ്ട്, കോൺഗ്രസിൽ നിന്നും ദീപ്തി മേരി വർഗീസ് ഉണ്ട്,
നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനുണ്ട്, നടി ഗായത്രി വർഷയുണ്ട്. ആദ്യം ഞാൻ ഗായത്രി വർഷയിലേക്ക്. ഗായത്രി, കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ തുടർച്ചയാണ്. ഇരകൾക്ക് നീതി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഓരോ ഇരകളും ഒന്നുകൂടി വന്ന് പരാതി നൽകണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒപ്പമുണ്ട് എന്നാണല്ലോ സർക്കാർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് കോടതി പറയുകയാണ് അവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, അവർക്ക് അങ്ങനെ വരാൻ കഴിയില്ലല്ലോ, സർക്കാരിന് കേസ് എടുക്കുകയല്ലേ വേണ്ടത്, സർക്കാർ കേസ് എടുക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതും അതുതന്നെയാണ്. കോടതിക്ക് ബോധ്യമായത് എന്തുകൊണ്ട് സർക്കാരിന് തുടക്കത്തിൽ ബോധ്യമായില്ല ഗായത്രി? സ്മൃതി, കോടതി പറഞ്ഞത് ഇന്നിപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം കോടതി പറയുന്നതിനനുസരിച്ച് സ്റ്റേറ്റ് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ലീഗൽ വശവും അങ്ങനെ നിൽക്കുന്നു. സ്മൃതിയുടെ ചോദ്യത്തിലും നമ്മുടെ ചർച്ചയുടെ വിഷയത്തിലേക്കും വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പം സ്മൃതിക്ക് തന്നെ ശ്രദ്ധിച്ചറിയാം, ഞാൻ മിനിങ്ങാന്നാണ് സ്മൃതിയുടെയും ഡോക്ടർ അരുണിൻ്റെയും ഡിസ്കഷനിൽ പങ്കെടുക്കുന്നത്. ഇതുവരെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നിട്ടുള്ള ആളാണ് ഞാൻ. നിങ്ങൾ വിളിക്കുമ്പോഴും ചർച്ചയ്ക്ക് ഇരിക്കാൻ ഞാൻ വേണ്ട എന്നാണ് ഞാൻ ആദ്യ അഭിപ്രായ പ്രകടനം നടത്തിയത്. പക്ഷേ വളരെ റെലവൻ്റായിട്ടൊരു ഒരു അവസ്ഥ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യം ഡോക്ടർ അരുണിൻ്റെ ചർച്ചയിലേക്ക് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്മൃതിയുടെ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷെ മിനിങ്ങാന്ന് രാത്രി മുതൽ നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള റീൽസുകൾ ഉണ്ടാവുകയും ആ റീൽസുകൾ മറ്റുള്ള സോഷ്യൽ മീഡിയകൾ റീൽസായിട്ട് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ അടിയിൽ 3000, 4000, 5000 കമൻസുകൾ വരുന്നത് ഒരൊറ്റ നല്ല കമൻറ്റില്ല. മിനിമം ഈ നിങ്ങളുടെ റിപ്പോർട്ടറിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 60-75% നമ്മൾ പറഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്ന പോയിന്റുകളും കണ്ടൻറ്റുകളും എൻ്റെ അവതരണവും വളരെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞെടുത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാം എന്നെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ സ്വഭാവത്തെയും ഹത്യ ചെയ്യുന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നവംബർ മുതലുണ്ടായ ഒരു സൈബർ ആക്രമണത്തിനേക്കാൾ രൂക്ഷമായ സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഈ 2 ദിവസമായി ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മോശമായ രീതിയിലാണ് ഞാൻ മീഡിയയോട് പറഞ്ഞു, എന്നെ ഇത് സ്മൃതി പ്ലീസ് അല്ല, ഇതെന്നെ പറഞ്ഞ് തീർക്കാൻ അനുവദിക്കണം. ഈ സൈബർ ആക്രമണം എന്ന് പറയുന്ന വേർഡ് പ്രയോഗം പോലും തെറ്റാണ്. സൈബർ ആക്രമണം എന്ന് പറയുന്നത് ആ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകുന്ന ആക്രമണമാണ്. ഇത് കൃത്യമായ വ്യക്തിഹത്യയാണ്, ഇത് അസാസിനേഷനാണ്. എനിക്ക് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നിട്ട് ഒരു കാര്യം പറയുന്നതല്ല. ഇത്ര ഗുരുതരമായ ഒരു റിപ്പോർട്ട് ഇത്ര ആധികാരികമായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് എവിഡൻസ് 30 വർഷം 3 പതിറ്റാണ്ടിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള എന്നെ പോലെ ഈ കേരളത്തിൽ താമസിക്കുന്ന ഒരു അമ്മയായിരിക്കും സ്ത്രീ, 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയായിരിക്കുന്ന സ്ത്രീ അന്തസ്സായിട്ട് വന്നു നിന്നിട്ട് സിനിമയിൽ നട്ടലോടുകൂടി നിൽക്കുന്നവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരിടവും കൂടിയുണ്ട്. ഞാൻ അന്ന് നോ പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയിൽ ഒരാളും എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല. ഇപ്പോഴും 300ഓളം സിനിമകൾ ചെയ്തിട്ട് നിൽക്കുന്ന ഒരാൾ ഞാൻ എന്നുകൂടി ചേർത്തുകൊണ്ട് ഞാൻ അന്തസ്സായിട്ട് എൻ്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ വന്ന് ഈ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നിടം വരെ ഓരോ മിനിറ്റിലും എൻ്റെ പേരിലുണ്ടാകുന്ന ആക്രമണം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കേസിന് വേണ്ടി ഒരു സ്ത്രീ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെ ഒരാളുടെ പേരിൽ ഏതെങ്കിലും പുറത്ത് നിന്ന് കണ്ടു നിൽക്കുന്നവർ ഒരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ത്രീയെ മാത്രം, അതാണ് കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞത്, ഇത് പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും വികൃതമായ മുഖമാണ്. ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഈ ലോകത്ത് വേറൊരിടത്തും ഇങ്ങനെ ഒരു സംസ്ഥാനം കാണില്ല. ഈ ലോകത്ത് ഏറ്റവും അധികം സംസ്കാര സമ്പന്നരെന്ന് അഭിമാനിക്കുമ്പോഴും കുടുംബത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ UK ഇരിക്കുന്ന സ്ത്രീകളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇതുപോലെയുള്ള മോശമായ പ്രയോഗം വന്നിരിക്കുന്നത്. ഞാൻ ആ അക്കൗണ്ട് പരിശോധിച്ചു, അത് ആധികാരികമായിട്ടുള്ള അക്കൗണ്ടാണ്, ആ സ്ത്രീയുടെ തന്നെ അക്കൗണ്ടാണിത്. അത്തരത്തിലുള്ളവർ നമ്മളെ ഇത്ര മോശമായിട്ട് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോടതി വന്നവരെ പറയാം എവിഡൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, എന്നെ അസാസിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രയോഗമെങ്കിൽ ഇത് കൃത്യമായിട്ടും ഒരു സ്ത്രീയുടെ ശബ്ദം ഇവിടെ ഉയരരുതെന്നുള്ളതാണ്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉൾപ്പെടെ മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആർത്തവ സമയത്ത് വിശ്രമിക്കാൻ സ്ഥലമുണ്ടോ എന്നുള്ളതല്ല ചോദ്യം. സ്ത്രീ എന്ന് പറയുന്നവൾ ഏത് രീതിയിലാണ് പരിഗണിക്കപ്പെടേണ്ടത്
ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത്, അവളിൽ നിന്ന് സ്ഫോടനാത്മകമായിട്ടുണ്ടാകാവുന്ന സംഭാവനകൾ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് അവൾ എന്നുള്ള രീതിയിൽ സ്ത്രീയെ എന്ന് അംഗീകരിക്കുന്നുവോ, അവളുടെ അഭിപ്രായത്തിന് എന്ന് വില കൊടുക്കുന്നുവോ, അവൾ ആരാണെന്ന് സ്വയം ഈ സമൂഹം മനസ്സിലാക്കുന്നുവോ, അന്ന് മാത്രമേ ഇതിനൊക്കെ പരിഹാരമുണ്ടാവുള്ളൂ. അല്ലാതെ ഏത് കോടതി നിയമം എടുക്കാൻ പറഞ്ഞാലും, എത്ര ഇച്ഛാശക്തിയോടുകൂടി സർക്കാർ പറഞ്ഞാലും പൊതുസമൂഹത്തിൻ്റെ മനോഭാവം മാറാത്തത്. ഈ സിനിമക്കാരും നമ്മളും കാഴ്ചക്കാരും മീഡിയയും എല്ലാം ഉൾപ്പെടുന്നത് പൊതുസമൂഹമാണ് ശ്രുതി, പൊതുസമൂഹമാണ്. ഏറ്റവും അന്തസ്സായിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകൾ ഉൾപ്പെടെ ഈ സമൂഹത്തിൽ വളർന്നു വരുന്ന ഓരോ സ്ത്രീക്കും റോൾ മോഡലാക്കാൻ പറ്റുന്ന നിലപാട്, ഒരു പുരുഷൻ വേണ്ടാത്തത് പറഞ്ഞ കൈ ചൂണ്ടി നോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകും. എത്ര വലിയ പ്രലോഭനമുണ്ടായാലും, എത്ര നല്ല ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള വേദിയിലാണെങ്കിലും, എത്ര സിനിമയിൽ നിന്ന് എന്ത് പണം ഉണ്ടാവുമെന്ന് പറഞ്ഞാലും പുറത്തു പോകും ഞാൻ. കാരണം എന്നെ മോൾഡ് ചെയ്തിരിക്കുന്ന സിസ്റ്റം അതാണ്, ഞാൻ വന്നിരിക്കുന്ന രാഷ്ട്രീയ ബേസ് അതാണ് എന്ന് പറഞ്ഞെടുത്താണ് എൻ്റെ പേരിൽ ഇത്രയും അധികം അധിക്ഷേപം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, എവിടെയോ പെട്ടുപോയ, ഒരു ക്രൈമിൽ അകപ്പെട്ടു പോയ, നിസ്സഹായതയുടെ പേരിൽ അകപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ നേരെ ഏത് രീതിയിലുള്ള അതിക്രമമായിരിക്കും ഉണ്ടാവുക? ഒരു സംശയമില്ല ഗായത്രി, പക്ഷേ ഫൈറ്റ് ചെയ്യുമ്പോൾ അതെ, ഇതാണ് ഈ ലോകം എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് നിശബ്ദരായിരിക്കാൻ പറ്റില്ല ഗായത്രി, നിശബ്ദരായിരിക്കാൻ പറ്റില്ല ഗായത്രി. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഒറ്റ സെൻറ്റൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. കഴിഞ്ഞ ദിവസം സ്മൃതിയുടെ ചർച്ചയിൽ ഇരുന്ന് ഫ്രഷ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നത്. കാരണം ഞാൻ ഈ മീഡിയയുടെ മുമ്പിൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് എൻ്റെ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഞാൻ ഏറ്റവും നെറികെട്ട, ഏറ്റവും വില കുറഞ്ഞ ഫെയിമിന് വേണ്ടി വന്നിരിക്കുന്നതാണെന്നുള്ള രീതിയിലേക്ക് അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ശബ്ദം ഉയർത്തണം? ഇനി ഒരിക്കലും ഒരു മീഡിയയുടെ മുമ്പിൽ ഒരക്ഷരം മിണ്ടാൻ പറ്റുന്ന കെൽപ്പിലേക്ക് ഒരു സ്ത്രീ ഉണ്ടാവാതെ പോകും എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം? അപ്പം ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട്. ആ രീതിയിൽ പ്രതികരിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായി, ടോയ്ലറ്റ് ഇല്ല, ബാത്റൂം ഇല്ല, തുണി മാറാൻ സ്ഥലമില്ല, അതല്ലെങ്കിൽ സ്ത്രീയെ കസേര ഇട്ട് കൊടുക്കുന്നില്ല, ഇതൊന്നുമല്ല പെണ്ണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശക്തിയുള്ള പ്രൊഡക്റ്റാണ്, ശക്തിയുള്ള സൃഷ്ടിയാണ്. അവൾ അമ്മയാണ്, മാതാവാണ്. ആ റെസ്പെക്റ്റ് കൊടുക്കണം. പ്രത്യേകിച്ച് 28 ദിവസത്തെ മൂൺ സൈക്കിളിന് ഇടയ്ക്ക് നടക്കുന്ന ഒരു ഫിനോമിനാണ് അവൾ. ആ ഫിനോമിൻ്റെ മൂഡ് സിങ്സും വൈകാരികതയും എല്ലാം അറിഞ്ഞുകൊണ്ട് സ്ത്രീയെ അതിൻ്റെ വലിപ്പത്തോടു കൂടി പരിഗണിക്കണം. അല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അപ്പുറത്തും ഇപ്പുറത്ത് മാറിയിട്ട് പെണ്ണിന് വേണ്ടിയിട്ട് അപലപിച്ചുകൊണ്ട് പെണ്ണിനെ ട്രീറ്റ് ചെയ്യുകയല്ല വേണ്ടത്. ഓരോ കാര്യങ്ങൾ വരുമ്പം ഇത്ര കക്ഷി, എവിടെയും ഓപ്പോസിറ്റ്, എവിടെയും ഏത് അഭിപ്രായത്തിനും രണ്ട് പക്ഷത്തേക്ക് മാറി നിൽക്കുന്ന രാഷ്ട്രീയ രീതികളല്ല ഇതിന് വേണ്ടത്. ഒറ്റയ്ക്കൊറ്റയായി നിന്നുകൊണ്ടുള്ള പെണ്ണിന്റെ പദവിക്ക് വേണ്ടിയിട്ടുള്ള സമരം ഉണ്ടാവണം. ശരി ഗായത്രി, അത് എല്ലാവർക്കും ആ ശക്തി ഉണ്ടാകണമെന്നില്ല. ഗായത്രിക്ക് ആ ഇച്ഛാശക്തി ഉണ്ട്, അത് അങ്ങനെ തന്നെ തുടരട്ടെ. എന്തായാലും ആ കാര്യത്തിൽ എല്ലാവർക്കും ഒപ്പം, ഈ പറയുന്ന എല്ലാവർക്കും ഒപ്പം ഞങ്ങളുമുണ്ട്. ഞാൻ സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ കാര്യം, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകൾ, അവർക്ക് സ്വയം പരാതി പറയാൻ എങ്ങനെ വരാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഗായത്രി തൻ്റെ അനുഭവം, ഇത്രയും ധൈര്യമുള്ള ഗായത്രി തൻ്റെ അനുഭവം, ചർച്ചയിൽ വന്ന ശേഷമുള്ള അനുഭവം പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവർ അങ്ങനെ ഒരു പരാതിയുമായി വരിക? അത് കോടതിക്കും ബോധ്യമായിരിക്കുകയാണ്. സർക്കാരിന് ഈ ഇരകളുടെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടൊരു കേസ് അന്വേഷണം സാധ്യമാകില്ലേ? പ്രാഥമിക അന്വേഷണം സാധ്യമാകില്ലേ? എന്താണ് സർക്കാരിന് ഒരു നിസ്സഹായത എന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? സർക്കാരിന് യാതൊരു നിസ്സഹായാവസ്ഥയുമില്ല. സർക്കാർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ഈ റിപ്പോർട്ടിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഒരു സ്റ്റേറ്റ് രൂപീകരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി പ്രത്യേക പങ്ക് വഹിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഇത്രയും നാള് വെളിച്ചത്ത് കൊണ്ടുവരാതിരുന്നത്? ആരെ രക്ഷിക്കാനാണ് ഗവൺമെൻറ് ഇത്ര നാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര പരിഹാസ്യമായിട്ടുള്ള ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാകുന്നത്? അല്ലെങ്കിൽ കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ അതിനകത്ത് നടപടി എടുക്കൂ എന്ന് ഒരു സാംസ്കാരിക മന്ത്രി, അദ്ദേഹം നേരത്തെ ഭരണഘടനയെ പറ്റി പറഞ്ഞതിന് ശേഷം രാജിവെക്കുകയൊക്കെ ചെയ്ത ആളാണ്. എന്തുകൊണ്ടാണ് ഭരണകൂടം പാർശ്വവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന ഒരു പ്രശ്നം പൊതുസമൂഹത്തിൽ ഉന്നയിക്കാൻ ഇതുവരെ കഴിയാതിരുന്ന സ്ത്രീകളുടെ ഒപ്പം നിൽക്കാത്തത്? ഇപ്പോൾ അവര് പരാതി തന്നു കഴിഞ്ഞാൽ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ കമ്മിറ്റിയെ രൂപീകരിച്ച ഈ സർക്കാരല്ലേ, ഈ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് ഗവൺമെന്റാണ്. അപ്പൊ കമ്മിറ്റിക്ക് ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. അതിന് ഒരു ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തൊരു കമ്മിറ്റിയാണ്, അല്ല ആരുടെയും മുമ്പിൽ പോയിട്ട് പറയുന്ന ഒരു ഹിയർസേ അല്ല ഇത്. ആ കമ്മിറ്റി വളരെ അതിൽ അവരെടുത്ത എഫേർട്ട്,
ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചത് അവരുടെ ഇമെയിൽ ID, ടെലിഫോൺ നമ്പറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആ ഒരു കാര്യങ്ങൾ, അതിനുശേഷം ഓരോരുത്തരെ വിളിച്ച് ചോദിച്ച് എക്സാമിനേഷൻ ചെയ്തത്, ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്ന കമ്മിറ്റി മെമ്പേഴ്സ് കൂടിയിരുന്ന് രാത്രി 9 മണി വരെയൊക്കെ ഇരുന്ന് ആണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അവർക്ക് ഈ മൊഴി പറയുന്നവരോട് പറഞ്ഞിരുന്ന ഒരു അഷ്വറൻസ് കംപ്ലീറ്റ് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേര് വെളിയിൽ വരാത്ത രീതിയിൽ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോഴാണ്, ഇത്രയും ശ്രമം നടത്തിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയുമെങ്കിലും ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ ഇതുവരെ അങ്ങനെയൊന്നും മുന്നോട്ട് വരാൻ കഴിയാതിരുന്ന ആളുകൾക്ക് ഒരു മൊഴി കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ബാക്കി, അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കണമെങ്കിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ സാധാരണഗതിയിൽ അതിൽ ആത്മാർത്ഥമായിട്ട് ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് എന്താണ് ചെയ്യേണ്ടത്? ആ റിപ്പോർട്ടിനകത്ത് കുറേ വസ്തുതകളുണ്ട്. ആ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഒന്ന്, ഇതുവരെ നടന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ, അതായത് കുറ്റകരമായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് FIR ഇടുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അത് ചെയ്തിട്ടില്ല. രണ്ടാമത് പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ്, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട്. അതിനിപ്പോൾ കോടതിയുടെ ഉത്തരവ് വേണ്ടല്ലോ. ഗവൺമെന്റ് ഭരണം നടത്തിക്കൊണ്ടു പോകേണ്ടത് ഗവൺമെന്റാണ്. ഭരണകൂടം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോഴാണ് ആർക്കെങ്കിലും കോടതിയെ സമീപിക്കേണ്ടി വരുന്നത്. അതിൽ ഹൈക്കോടതിയിലൊക്കെ പോയി ഉത്തരവ് മേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ അതിന്റെ ബാക്കി അതിന്റെ അടുത്ത നടപടിയിലേക്ക് കടക്കൂ എന്ന് പറയുന്നത് എത്ര പരിഹാസമായിട്ടുള്ള വാദമാണ്. ഗവൺമെന്റ് ചെയ്യേണ്ട ലീഗലി ബൗണ്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ ഗായത്രി വർഷ പറഞ്ഞ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. അതായത് പാട്രിയാർക്കിയുടെ ടൂളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ട്. തീർച്ചയായിട്ടും അവര് സ്ത്രീപക്ഷം പറയുമ്പോൾ അതിനെതിരായിട്ട് ശബ്ദം ഉയർത്തുന്നത് പാട്രിയാർക്കിയുടെ ടൂളായിട്ട് പ്രവർത്തിക്കുന്ന ചില സ്ത്രീകളായിരിക്കും. അതുപോലുള്ളവർ വന്നിട്ട് ആക്ഷേപിക്കുന്നുണ്ടായിരിക്കും. അത് പൊതുസമൂഹം മാറണമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ പൊതുസമൂഹം മാറാനുള്ള ഒരു തീപ്പൊരിയായിട്ട് ഇത് മാറണം. ഇതുപോലുള്ള സംഭവങ്ങൾ നമുക്ക് ഈ ഹോളിവുഡിൽ ഇതുപോലുള്ള സംഭവം ഉണ്ടായി. മീ ടു മൂവ്മെന്റ് കുറച്ച് വർഷങ്ങളായുള്ളൂ. ഹോളിവുഡിൽ ഹാർവി വെയിൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു നടനെതിരെ എത്രയോ നടിമാര് മുന്നോട്ട് വന്നതിന് ശേഷമാണ് ഒരു മീ ടു മൂവ്മെന്റ് ഉണ്ടായത്. അമേരിക്കയിലെ കോടതികളൊക്കെ അതിനുശേഷം എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വിധികൾ അവിടുത്തെ ട്രയൽ കോടതികളിൽ നിന്ന് വരുന്ന ഒരു സംഭവം ഉണ്ടായി. ഇവിടെ ഇതുപോലൊരു സമാനമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. അതായത് ശൗചാലയങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ. ഇതിനകത്തൊരു ഇൻസ്റ്റൻസ് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു കസേരയിൽ ഇരുന്നപ്പോൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. വളരെ ചെറുതായിട്ട് അവഗണിച്ച് സാധാരണ ആളുകൾ പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ മനുഷ്യരെല്ലാം തുല്യരാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഒരു സമൂഹം, ഇങ്ങനെയുള്ള അവസ്ഥ, അതായത് വലിയ പ്രമുഖ നടിമാർക്കോ നടന്മാർക്കോ ഉണ്ടാകാത്തതിൽ കൂടുതൽ പ്രശ്നങ്ങൾ അറിയപ്പെടാത്ത, പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്ന, അതിലെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒരു കാരവൺ ഏർപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് അപ്രായോഗികമാണ്, സാമ്പത്തിക സ്ഥിതി അതിനനുവദിക്കുന്നില്ല എന്ന് പല സംവിധായകർ പറഞ്ഞു. ഇത്രയധികം വരുമാനമുള്ള ഒരു ഫീൽഡ്, ഇത്രയധികം ആളുകൾ കാണുകയും പൊതുസമൂഹത്തിൽ ഇത്രയധികം പ്രേക്ഷകരുള്ള ഒരു മീഡിയത്തിൽ ജോലി ചെയ്യുന്നവർ കോടിക്കണക്കിന് രൂപ മുടക്കി അതുപോലെ സ്പെൻഡ് ചെയ്ത് നടന്മാർക്കും നടിമാർക്കും ഒക്കെ കൊടുക്കുന്നവർക്ക് ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഫെസിലിറ്റീസ് ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായി, ഇതുവരെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയായി കഴിഞ്ഞ് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യൂ എന്നാണോ ഗവൺമെന്റിന്റെ തീരുമാനം? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിനകത്തൊരു ഹോസ്റ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നതെന്ന് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും സംരക്ഷിക്കാനാണോ? പക്ഷെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ എന്താണ് തടസ്സം? ക്രിമിനൽ കേസ് കൊടുക്കുമ്പോൾ അത് പരിസമാപ്തിയിൽ എത്തുമോ, അതിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ട് മൊഴി മാറ്റി പറയാതെ വീണ്ടും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ പ്രശ്നമാണ്. പക്ഷെ ആദ്യത്തെ ഡ്യൂട്ടി ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനാണെങ്കിലും ചെയ്യേണ്ടതാണ്. അത് പോലീസിൽ ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്ന് അറിയിക്കുക. ഗവൺമെന്റ് ആകുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി എന്ത് സ്റ്റെപ്സ് എടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം പബ്ലിക് മണി കൊണ്ടാണ്, പൊതുജനങ്ങളുടെ ധനം കൊണ്ടാണ് ഈ കമ്മിറ്റിക്കുള്ള ചെലവുകളെല്ലാം വഹിച്ചിരിക്കുന്നത്. അത് പൊതുജനത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിൽ ഒരു മിസ്റ്റീഫ് ഉണ്ട്, ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടിട്ടാണല്ലോ കമ്മിറ്റിയെ രൂപീകരിച്ചത്. ആ പ്രശ്നം അഡ്രസ് ചെയ്യാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന സജഷൻസ് എന്തുകൊണ്ട് ഗവൺമെന്റ് അത് നടപ്പാക്കുന്നില്ല? അത് തീർച്ചയായിട്ടും പ്രതിപക്ഷം പറഞ്ഞത് 100% ശരിയാണ്. അതിൽ ജനങ്ങൾ ചോദിക്കുന്നത് തന്നെയാണ്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. കാരണം ഇന്ത്യ മുഴുവൻ നോക്കിയിരിക്കുകയാണ് ഇത്. നാഷണൽ ചാനലുകൾ ഒക്കെ
അതെ, കേരളം എന്തായാലും നോക്കിയിരിക്കുന്നു, അക്കാര്യത്തിൽ സംശയമില്ല. ആശാച്ചി, ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരവിനെ WCC എങ്ങനെ കാണുന്നു? അതോടൊപ്പം നിങ്ങളൊരു കൂട്ടായ ഒരു ആലോചനയിലേക്കും തീരുമാനത്തിലേക്കും എത്തിയോ? അങ്ങനെ ഒരു പ്രതികരണം ഇതുവരെ കണ്ടില്ല. കാരണം ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് അതിനോട് സഹകരിക്കണോ വേണ്ടിയോ എന്നതിൽ WCC അംഗങ്ങൾ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന മട്ടിലാണ് അതിൽ പ്രതികരിച്ചിട്ടുള്ളത്. ശ്രുതി, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊരു സിംപ്ലി അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു അഭിപ്രായം അല്ല. ഒന്നാമത് ഈ കേസ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വളരെ വലുതാണ്. അതിൽ 3 പേരുണ്ടായിരുന്നു. അവർ 3 പേരും വ്യത്യസ്തമായിട്ടുള്ള ഒബ്സർവേഷൻസും റെക്കമെൻഡേഷൻസും എഴുതിയിട്ടുണ്ട്. അവരുടെ 3 പേരുടെയും പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി, പ്രത്യേകിച്ചും സ്ത്രീകളെക്കുറിച്ച് സ്ത്രീകൾ എഴുതിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അത് നമ്മൾ അതേ രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എംപതറ്റിക്കായിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതേപോലെ തന്നെ ചില ഒബ്സർവേഷൻസിനെ ക്രിട്ടിക്കലി കാണുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് പക്ഷേ ഇങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സർക്കാർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറയുന്ന പോലെ 4-5 വർഷമായിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ കോടതിക്ക് ചെയ്യാവുന്നത്, ഇതെല്ലാതും അവർ ചെയ്യട്ടെ. അതിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ WCC ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വെളിച്ചത്ത് വന്നതുകൊണ്ട് ഇനി ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നടത്തിയിട്ട് പോലും പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. സ്ത്രീകളായതുകൊണ്ട് മാത്രം അധികാരം നമുക്ക് കൈയാളാൻ യാതൊരു വഴിയുമില്ല എന്നുള്ള പോയിന്റിൽ നിൽക്കുന്നവരാണല്ലോ സ്ത്രീകൾ. അപ്പോൾ അവർ ഒരു രീതിയിലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ഇതുവരെ. അതുപോലെ നമ്മൾ പോയിട്ടുള്ള മീറ്റിംഗ്സിൽ പോലും കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എങ്ങനെയാണ് സർക്കാർ കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ആ അവസ്ഥയിൽ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണാനിരിക്കുകയാണ്. അതൊരു കാര്യം. പിന്നെ കോൺക്ലേവ് എന്ന് പറയുന്നത് ഇത് വളരെ സങ്കീർണമായ ഒരു വാക്പ്രയോഗം എന്തിനാണ് നടത്തുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതുവരെ WCC ഉണ്ടായതിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ IC എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കമ്മിറ്റിക്ക് വേണ്ടി WCC ഹൈക്കോർട്ടിൽ കൊടുത്ത കേസിന് ശേഷം പോലും ഈ പറയുന്ന സംഘടനകളും സർക്കാരും WCCയും ഒരുമിച്ച് IC എങ്ങനെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാം എന്നുള്ളതിന് പോലും കൃത്യമായ ഒരു ധാരണ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ജസ്റ്റിസ് ഡിലേഡ് ആണ്. ജസ്റ്റിസ് ഇങ്ങനെ മുന്നോട്ട് നീതിയെക്കുറിച്ച് നമ്മൾ വാദോരാതെ സംസാരിക്കുന്നു. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ നീതി നടപ്പാക്കി കിട്ടാൻ വേണ്ടി നട്ടോട്ടം കുറിയോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം കോൺക്ലേവ് സംബന്ധിച്ച സംശയങ്ങളൊന്നും വേണ്ട. കോൺക്ലേവ് എന്ന് ഉദ്ദേശിക്കുന്നത് മലയാള സിനിമ വ്യവസായത്തിന്റെ സമഗ്ര വികസനമാണ് ആലോചിക്കുന്നത്. സമഗ്ര വികസനം ആലോചിക്കുന്നതിനൊപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങൾ അതുകൂടി ചർച്ച ചെയ്യും. അതായത് ഹേമ കമ്മിറ്റിമേലുള്ളൊരു നടപടിയല്ല ആലോചിക്കുന്നതെന്ന് മന്ത്രി പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ സിനിമ വ്യവസായത്തിന്റെ സമഗ്ര വികസനം ആലോചിക്കാനുള്ള സമയമാണെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതാണോ സമയം? ഈ റിപ്പോർട്ട് സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ടാണ്, വ്യവസായം എങ്ങനെ കുറച്ചുകൂടി വളർത്താമെന്ന ആലോചനയിലേക്കാണോ പോകുന്നത്? അതേ ശ്രുതി, ഞങ്ങൾക്ക് 2021 ഞങ്ങളെ വിളിച്ചിട്ട്, ഇപ്പോൾ ഈ മന്ത്രി ആദ്യമായിട്ട് ചാർജ് എടുത്തപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് പോളിസിക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുകയാണ്, നിങ്ങൾ വളരെ പ്രത്യേകമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പഠനം നടത്തി അതിന് വേണ്ടിയിട്ടൊരു റിപ്പോർട്ട് പല നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ടും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. ഈ 3 വർഷത്തിൽ എന്താ ചെയ്തതെന്ന് നമുക്കറിയില്ല. ബേസിക്കലി ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇത് വളരെ അത്യാവശ്യമാണ് ആരായാലും. അതിപ്പോൾ ഗവൺമെൻറ് ആയാലും ബാക്കിയുള്ള സംഘടനകളായാലും ഞങ്ങൾ ആദ്യം തൊട്ടേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. കാരണം ഇതെല്ലാം പബ്ലിക് നോളജ് ആകേണ്ട ആവശ്യമുണ്ട്. നോക്കൂ, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരു അധ്യാപികയാണ്. ഞാൻ സിനിമയാണ് പഠിപ്പിക്കുന്നത്. സിനിമ പഠിക്കാനായിട്ട് പെൺകുട്ടികൾ വരണമെന്നുള്ളത് എൻ്റെ വളരെ നാളായിട്ടുള്ള ആഗ്രഹമാണ്. അങ്ങനെയാണ് നമ്മൾ പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ റിപ്പോർട്ട് വന്നതിന് ശേഷം
സർക്കാരിന് ബാക്കി എല്ലാവർക്കും അതിനുള്ള പിന്നെ കൃത്യമായ ധാരണയും ഒരു ആഗ്രഹം ഉണ്ടാകണം, ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങോട്ട് വരണം എന്നുള്ളത്, വിസിബിലിറ്റി ഉണ്ടാകണം, സ്ത്രീകളുടെയും കൂടി സ്പേസ് ആകണം ഇതെന്നുള്ളത് അവർക്ക് ഒരു ആഗ്രഹവും ഒരു ആജ്ഞാശക്തിയുള്ള ഒരു സർക്കാരല്ലേ ഇത്. അത് അവർ നടപ്പാക്കണം. പക്ഷേ അത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് കോൺക്ലേവിനെ നമുക്ക് എങ്ങനെ സമീപിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. സത്യസന്ധമായി പറഞ്ഞാൽ കോൺക്ലേവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് ഇപ്പോഴാണ്, അതായത് ഈ കേസിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ അറിയാൻ പാടില്ല. നേരത്തെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അറിയണം. കാരണം WCC ഇവിടെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ്. അത് വളരെ ഗൗരവമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺക്ലേവ് എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒരു കീറാമുട്ടി പോലെയാണ് നിൽക്കുന്നത്. അത് എന്ത് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രത്യേകിച്ചും ഈ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായും. ദീപ്തി, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി അതിന്മേലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിനെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ മടിച്ചതിനെ കുറിച്ചൊക്കെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഭരണപക്ഷം പറയുന്ന പ്രധാനപ്പെട്ട വാദം, നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിക്കൊപ്പം വേദി പങ്കിട്ടയാളാണ് പ്രതിപക്ഷ നേതാവ്. ആ പ്രതി വന്നപ്പോൾ സെൽഫി എടുക്കാൻ നടന്ന വ്യക്തിയാണ് നിങ്ങളുടെ വനിതാ MP. ഇതൊക്കെയാണ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണം. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ നിങ്ങൾക്കെന്ത് റൈറ്റ് എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ വാദം. അതിനുള്ള മറുപടി. പ്രതിപക്ഷ നേതാവിൻ്റെ വാദം എന്താണെന്നും നിലപാട് എന്താണെന്നും ഉള്ളത് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. ഈ എത്ര ബാലിശമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ സംസാരിച്ച പ്രിയപ്പെട്ട ഗായത്രിയും ആശയും ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിൽ പങ്കാളികളായിട്ടുള്ള WCC അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ സംസാരത്തിൽ ഏറ്റവും അധികം നമ്മൾ കാണുന്നത് എന്താണ്? നിരാശയാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും 4.5 വർഷക്കാലമായി പൂഴ്ത്തിവെച്ച ഒരു റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി എന്ന് ആത്മാർത്ഥമായി പറയാൻ എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാതിരിക്കുന്നത്? അതുതന്നെയാണ് സർക്കാരിന് സ്ത്രീകളോട് ഇത്തരം വിഷയങ്ങളോടുള്ള നിലപാട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, കമ്മീഷൻ എന്ന് പറയുന്നതിനെ കമ്മിറ്റിയാക്കി മാറ്റി അവിടെ തന്നെ വെള്ളം കലർത്താൻ ശ്രമിച്ചിരിക്കുന്നു സർക്കാർ. എന്തിനാണ് കമ്മീഷനെ കമ്മിറ്റിയാക്കി ചുരുക്കിയത്? അതിനിതുവരെ സർക്കാർ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് 4.5 വർഷക്കാലം അതിന് മുകളിൽ കയറി അടയിരുന്നത് എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് മറുപടി പറയാനില്ലല്ലോ. അതിനെന്തെങ്കിലും വിശദീകരണം ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ? സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞോ? മുഖ്യമന്ത്രി പറഞ്ഞോ? മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞത്, നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പരാതി കൊടുത്താൽ അന്വേഷിക്കാമെന്ന് ഇന്നലെ വരെ പറഞ്ഞു, ഇന്ന് രാവിലെ വരെ പറഞ്ഞു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് മാറ്റി പറഞ്ഞു എന്നതൊഴിച്ചാൽ CPM-മായി ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രി പോലും, ഞാൻ അത്ഭുതപ്പെടുന്നത്, ഒരു വനിതാ മന്ത്രി പോലും, വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി പോലും, വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഇതിൻ്റെ അകത്തെടുത്ത നിലപാട് എന്താണ്? എത്ര നിരാശാജനകമാണ്. ആരോടാണ് പരാതി പറയേണ്ടത്? ഈ സ്ത്രീകൾ ആരോടാണ് മറുപടി പറയേണ്ടത്? ഇത് സിനിമാ രംഗത്ത് മാത്രമുള്ള ഒരു പ്രതിഭാസമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ആ ചർച്ചയിലേക്ക് ഞാൻ തൽക്കാലം വരുന്നില്ല. പക്ഷേ ഇവിടെ ധൈര്യമായിട്ട് WCCയിലെ അംഗങ്ങൾ നിരന്തരമായി അതിന് ഫൈറ്റ് ചെയ്തു. നമ്മളവരെ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാകൂ. ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് ഉണ്ടാകുന്നത്, സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇവിടെ ഗായത്രി അതാണ് പറഞ്ഞത്. അപ്പോൾ പ്രതികരിക്കുന്നവർക്കെതിരെ കൂട്ടമായി അറ്റാക്കാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂട്യൂബുകളിലൂടെയൊക്കെ വന്ന ചില പ്രമുഖരായിട്ടുള്ള മുൻ സംവിധായകർ ഉൾപ്പെടെയുള്ള ചില ആളുകളുടെ പ്രതികരണം ശ്രദ്ധിച്ചു നോക്കൂ. ഇവരൊക്കെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നു. അവരഭിനയിച്ചു കഴിഞ്ഞു, അവർ പറഞ്ഞതൊക്കെ ചെയ്തു, എന്നിട്ട് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചാൻസ് കിട്ടാതിരുന്നപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അയാൾക്കെതിരെ കേസെടുക്കണ്ടേ? ഈ പറഞ്ഞ ആൾക്കെതിരെ സർക്കാർ കേസെടുക്കണ്ടേ? എന്താണ് നമ്മുടെ നാട്ടിലെ നിയമം? നമ്മുടെ നാട്ടിലെ നിയമം ഒരു ജസ്റ്റർ കൊണ്ട് പോലും ഒരു സ്ത്രീയെ അപമാനിച്ചാൽ, നിർഭയയുടെ കേസ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇറക്കിയ ഓർഡിനൻസിന് ശേഷം വന്നിട്ടുള്ള നിയമമാണ്, ശക്തമായ നിയമമാണ്. ഒരു ജസ്റ്റർ കൊണ്ട് പോലും ഒരു വനിതയെ അപമാനിക്കാൻ പാടില്ല എന്ന നിയമമുള്ള നാട്ടിലാണ് യൂട്യൂബിലൂടെ ഇത്തരത്തിലുള്ള അപമാനകരമായ കാര്യം നമ്മുടെ നടിമാരെ കുറിച്ച് പറയുന്നത്, കലാരംഗത്തുള്ള നമ്മുടെ നടിമാരെ കുറിച്ച് പറയുന്നത്. അയാൾക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഇത് തടയണ്ടേ?
സർക്കാർ എന്താണ് ചെയ്യുന്നത്, നിലവിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമായല്ലോ. ഈ പ്രശ്നത്തിൽ, ഈ സ്ത്രീകളുടെ പ്രശ്നത്തിൽ, പരാതി പറഞ്ഞ സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇതിൻ്റെ അകത്തൊന്നും ആത്മാർത്ഥമായി ഇടപെടാൻ സർക്കാർ തയ്യാറല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ, കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ, കോടതി ചോദിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ആവാം എന്ന് സജി ചെറിയാൻ പറയുന്നത്. സജി ചെറിയാൻ എന്ന മന്ത്രി ആദ്യം മുതൽ തന്നെ വളരെ റിലക്റ്റൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് പല സന്ദർഭങ്ങളിലും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്ത് വരേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടുമായി മുമ്പോട്ട് പോയത്? അപ്പോൾ ഇതിനൊന്നും മറുപടിയില്ല, ഇതിനൊന്നും സർക്കാരിന് മറുപടിയില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഏറ്റവും അധികം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വിഷയം എന്താണ്? ഈ 15 പേരുടെ പട്ടിക പറയുന്നുണ്ടല്ലോ. ഈ 15 പേരുടെ പട്ടികയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇന്ന് ഈ സർക്കാരിലെ മന്ത്രിയാണ്. അതിൽ MLA ആയിട്ടിരിക്കുന്നുണ്ട്, MLA ആയിട്ടുള്ള നടനുണ്ട്. അപ്പോൾ ഇവരൊന്നും ഇതിൻ്റെ അകത്ത് യാതൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് ശ്രീ KB ഗണേഷ് കുമാർ ഒരാളെ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? പാലക്കാട് ഒരു DYFIക്കാരിയെ അപമാനിച്ച, മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായി പാർട്ടി തരം താഴ്ത്തുകയും പിന്നീട് പാർട്ടി അതിലും ഉയർന്ന സ്ഥാനവും കൊടുത്ത PK ശശിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തിയാണിതെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് ഇവരുടെയൊക്കെ നിലപാടെന്ന് പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ മിണ്ടാതിരിക്കാമായിരുന്നല്ലോ? ഇതെങ്ങനെയാണ് ഇത് പറയാൻ കഴിഞ്ഞത്? അപ്പോൾ അത്തരത്തിലുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ഇപ്പോൾ ആത്മയുടെ പ്രസിഡൻ്റാണ്. ആത്മ എന്നയുടെ പ്രസിഡൻ്റായിരിക്കെ തന്നെ ഈ സിനിമയിൽ നിൽക്കക്കള്ളി ഇല്ലാതെ സീരിയലിലേക്ക് വരുന്ന നടികൾ, അഭിനേത്രികൾ, അവർക്ക് ചാൻസ് കൊടുക്കാതിരിക്കാനുള്ള വഴിയും കൂടെ നോക്കുന്നു എന്നുള്ളതാണ് ഇവർ ആരോപിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിൽ നിരവധിയായിട്ടുള്ള വനിതകൾ, അഭിനയ രംഗത്തുള്ള വനിതകളുടെ ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ളത്. ഇന്ന് KB ഗണേഷ് കുമാർ ഇതിന് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഈ റിപ്പോർട്ടിനെ കുറിച്ച് എന്തുകൊണ്ടാണ് പ്രതികരണം നടത്താത്തത്? അപ്പോൾ മുകേഷ് എന്ന് പറയുന്ന MLA 3-4 ദിവസം മുമ്പ് പ്രതികരിച്ചായിട്ട് കണ്ടു. ഈ റിപ്പോർട്ട് പുറത്ത് വന്നാൽ ഒരു ചുക്കും സംഭവിക്കാനില്ല. അതിന് രണ്ടർത്ഥം കാണാം. ഒരു ചുക്കും സംഭവിക്കാനില്ലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ വെറുതെയാണെന്നാണോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീകൾ അഭിമുഖീകരിച്ച ഈ അതിക്രമങ്ങൾ മുഴുവൻ ഒരു കാര്യവുമില്ല, ഒരു ചുക്കുമില്ലെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? ഇവരൊക്കെ ഇതിന് മറുപടി പറയണ്ടേ? ഇവരൊക്കെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളല്ലേ? താരരാജാക്കന്മാരെന്താണ് മിണ്ടാത്തത്? ഞാൻ പറയുന്നത് സിനിമാ രംഗം മുഴുവൻ മോശമാണെന്നോ അല്ലെങ്കിൽ ഇതിലുള്ള മുഴുവൻ ആളുകളും മോശമാണെന്നോ ഒന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് അഭിപ്രായമില്ല. പക്ഷേ ഇതിനകത്ത് സ്ത്രീകളെ അപമാനിക്കുന്ന, സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുവാൻ തയ്യാറാകണം സർക്കാർ. അതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് ഏത് വലിയ വമ്പനാണെങ്കിലും ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ കഴിയണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്. ഗായത്രി, ഇപ്പോൾ സിനിമാ സംഘടനകൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചത് നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെയുള്ള ഒരു ശബ്ദമാണ്. സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവാണ് ചോദിച്ചത്, എന്തുകൊണ്ട് സംഘടനകൾ മിണ്ടുന്നില്ല? മിണ്ടാതിരിക്കുമ്പോൾ എന്താണ്, എല്ലാവരും പ്രതികളാവുകയാണ്, എല്ലാവരും പ്രതികളായി സംശയിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇതിലൊരു പ്രതികരണം വേണമല്ലോ. റിപ്പോർട്ടിൽ ഗൗരവത്തിലുള്ള വിഷയമാണ്, അതിലൊരു പ്രതികരണം വേണം. ഞാൻ വിചാരിക്കുന്നത് ഗായത്രി AMMA സംഘടനയുടെ പ്രതിനിധിയാണ്, അതിൽ അംഗമാണ് എന്നാണ്, അല്ലേ? സംഘടന അംഗമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് സംഘടന പ്രതികരിക്കുന്നില്ല? അംഗമല്ല. അല്ല, ഓക്കെ. ഞാൻ അമ്മയുടെ അംഗമല്ല, AMMയുടെ അംഗമല്ല. AMMയുടെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഡോക്ടർ അരുണിൻ്റെ ഡിബേറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, അമ്മയുടെ അംഗത്വം 95 അസോസിയേഷൻ തുടങ്ങിയ അതേ വർഷം തന്നെ അംഗത്വം റിസൈൻ ചെയ്ത ആളാണ് ഞാൻ. അംഗത്വം എടുക്കുകയും റിസൈൻ ചെയ്യുകയും ചെയ്ത ആളാണ്. കാരണം ആ അസോസിയേഷൻ അന്ന് തന്നെ കൂടെ നിൽക്കുന്നവരുടെ അവകാശ സംരക്ഷണത്തിനോ വെൽഫെയറിനോ ഉതകുന്ന രീതിയിലല്ല, പകരം പ്രൊഡ്യൂസറും സിനിമയിൽ സ്വാധീനമുള്ളവരുടെയും ഭാഗത്ത് നിൽക്കുന്ന ഒരു നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ മെമ്പർഷിപ്പ് ഞാൻ രാജിവെച്ചതെന്ന് ഞാൻ ക്ലിയറായി പറഞ്ഞു. പിന്നീട് ഇന്ന് വരെ ഞാൻ അതിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുകയോ മെമ്പർഷിപ്പിലേക്ക് വരികയോ ചെയ്തിട്ടില്ല. നിലവിൽ ഞാൻ അമ്മയുടെ മെമ്പറുമല്ല, അമ്മയുടെ ഒരു ആക്ടിവിറ്റീസിലും ഉണ്ടായിട്ടുമില്ല. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ ഈ ഒരു വിഷയം കേരളത്തിൻ്റെ പൊതുവായ സാംസ്കാരിക മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരു ജനപ്രിയ മാധ്യമത്തിൻ്റെ വിഷയമാണ്.
ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ചർച്ച തുടങ്ങുന്ന സമയത്ത് ഞാൻ വളരെ വളരെ സന്തോഷിച്ചു, ആശാവഹമായിട്ടാണ് അത് കേട്ടു തുടങ്ങിയത്. കാരണം ഒരു പൊതുവായ ഒരു സമീപനം അവരുടെ സംസാരത്തിലുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഇടതുപക്ഷത്ത് നിൽക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സമീപനം മാത്രമാണ് നടത്തിയത് എന്നുള്ളത് അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരി എന്നുള്ള നിലയിലാണ് പറയുന്നത്. സമൂഹത്തിൻ്റെ പൊതുവായ ഇടത്താണ്. ഇപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഞാൻ CPM-ൻ്റെ മെമ്പറാണ്. എനിക്കിവിടെ വന്നിട്ട് CPM-ൻ്റെ മെമ്പറാണെന്നുള്ള നിലയിൽ വന്നിരുന്ന കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ അകത്ത് കാലതാമസം ഉണ്ടാവുന്നുണ്ട് സർക്കാരിനെന്നുള്ളത് ഏറ്റവും വലിയ തെറ്റായി തന്നെ ഞാനിവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് വരെ ചരിത്രത്തെ, സാംസ്കാരിക ചരിത്രത്തിൽ ഇതുപോലൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്നുള്ളതാണ് ഇപ്പം നമുക്കെല്ലാം ഇതുമായി സംസാരിക്കാൻ പറ്റുന്നത്. ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇത്ര ഇച്ഛാശക്തിയോടുകൂടി ഇത്ര കെട്ടുറപ്പുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായത് WCCയെ പോലെയുള്ള ഞാൻ WCCയുടെ അംഗമല്ല നിലവിൽ, പക്ഷേ WCCയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇപ്പോൾ ഇതുവരെ കാണിച്ചിരിക്കുന്ന ഇച്ഛാശക്തിയോടും, പ്രത്യേകിച്ച് ആശാജിയൊക്കെ ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ കോർഡിനേറ്ററാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ബന്ധങ്ങളുള്ള എനിക്ക് അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൻ്റെ നിലവാരം നന്നായിട്ടറിയാം. എന്താണ് അവരുടെയൊക്കെ കാഴ്ചപ്പാടെന്നറിയാം, സാമൂഹ്യ പ്രതിബദ്ധത എന്നറിയാം. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളോടും ഏറ്റവും മനസ്സോടുകൂടി തന്നെ ഐക്യദാർഢ്യത്തിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് ഞാൻ, മെമ്പർ അല്ലെങ്കിൽ പോലും. പക്ഷെ ആ വരുന്ന ഒരു ഇന്നലെ പാർവതിയുടെ പ്രതികരണം എത്ര ഉത്തരവാദിത്തപ്പെട്ട പ്രതികരണമായിരുന്നു, എത്ര പൊതു സ്വഭാവമുള്ള പ്രതികരണമായിരുന്നു. അപ്പോൾ ഇത്തരം സാംസ്കാരിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെപ്പറ്റി നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ ആശയ ചേരികളെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുജനങ്ങളെ സ്വാധീനിക്കുന്ന സാംസ്കാരിക മോൾഡിംഗ് നടക്കുന്ന അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സ്, അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ അതിനെ കാണണം. അങ്ങനെ കാണാനുള്ള ഒരു സ്പേസ് സർക്കാർ ഉണ്ടാക്കി എന്നുള്ളത് വലിയ കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളത് രാജ്യത്ത് തന്നെ ആദ്യമാണ് എന്നുള്ള കാര്യം ഇടത് സർക്കാർ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ശരിയാണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിലേക്ക് നയിച്ചത് WCC ആണെങ്കിൽ കൂടി. പക്ഷേ ആ റിപ്പോർട്ട് തയ്യാറായ ശേഷം 4.5 വർഷം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണല്ലോ ഗായത്രി. 4.5 വർഷം എന്ത് ചെയ്തു എന്നുള്ളതാണല്ലോ. റിപ്പോർട്ട് എങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ ഗായത്രി. ഗായത്രി കണ്ടതാണ് എത്രത്തോളം സമ്മർദ്ദം ചെലുത്തിയ ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. വരാതിരിക്കാൻ അവസാന തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഗായത്രി. പിന്നെ എന്തിനാണ് ഇതിൽ ഇത്ര മേനി പറയേണ്ട കാര്യം? റിപ്പോർട്ട് വരാൻ ഡിലേ ഉണ്ടായി എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് വരാൻ ഡിലേ ഉണ്ടായപ്പോൾ ഇന്ന് മുതൽ നാളത്തെ ദിവസം കോഴിക്കോട് തൊഴിലിടത്തെ സ്ത്രീയെക്കുറിച്ച് വനിതാ കമ്മീഷൻ്റെ സംസ്ഥാനതല സെമിനാറുകളുടെ ഉദ്ഘാടനം നടക്കുകയാണ്. ഈ സർക്കാരിൻ്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു പൊതുചിത്രം എല്ലാവരെയും കേൾക്കുക എന്നുള്ളതാണ്. ഇതുവരെ ഇപ്പം നവകേരള സദസ്സൊക്കെ എത്രമാത്രം വിമർശനങ്ങൾ ഉണ്ടായാലും പൊതുജനത്തെ കേൾക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ഇടത്തും ഓരോരുത്തരെയും കേട്ടി. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന CPM-ന്റെ ഒരു സംഘടന തത്വമാണ്. എല്ലാവർക്കും ഒരു ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്ന തത്വമുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള എല്ലാ അംഗങ്ങളെ കേട്ടുകൊണ്ട് ഇതിനകത്തുള്ള പ്രതികരണത്തിലുണ്ട്. അതിൽ തെറ്റില്ല. അതേപോലെ ദീപ്തിക്കും ആ തരത്തിൽ രാഷ്ട്രീയമായ പ്രതികരണമുണ്ട്. ദീപ്തി മറുപടി പറഞ്ഞോളൂ. അല്ല, ഞാൻ അതിന്റെ ബാക്കി പറയട്ടെ സ്മൃതി, നമ്മൾ പറയുന്ന ദീപ്തി ഒരു മിനിറ്റ് ഒന്ന് പൂർത്തിയായിക്കോട്ടെ ഗായത്രി വേഗം, സമയക്കുറവുള്ളതുകൊണ്ടാണ്. ഞാനൊന്ന് പൂർത്തിയാക്കോട്ടെ. ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയ രംഗത്ത് സ്വാധീനമുള്ളവർ സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ സിനിമ രംഗത്തുള്ളവർ ലക്ഷക്കണക്കിന് ആൾക്കാർ പണിയെടുക്കുന്ന രംഗമാണ്. പ്രൊഡക്ഷൻ ബോയ് മുതൽ ചായ ഉണ്ടാക്കുന്നവർ മുതൽ കോസ്റ്റ്യൂമർ മുതൽ പണിയെടുക്കുന്ന ഒരു മേഖലയിൽ അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടുള്ളൊരു സമഗ്രത സിനിമയ്ക്ക് വരണം. നേരത്തെ പറഞ്ഞു, സാറ് സൂചിപ്പിച്ചു, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇരിക്കാൻ കസേരയില്ലെന്ന്. അവരെ വരെ നമ്മൾ കേൾക്കണം. അവർക്ക് എത്ര പേർക്ക് മുഖ്യമന്ത്രിയോടോ മന്ത്രിസഭയോടോ സർക്കാർ തലത്തിലേക്കോ സംവേദിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം WCC തന്നെ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഒന്ന് സംസാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായത്. മന്ത്രി പറയുകയാണ് അങ്ങനെയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില നിർദ്ദേശങ്ങൾ കൂടി ചർച്ച ചെയ്യുമായിരിക്കും. നമ്മളിപ്പോൾ ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിനിമാ മേഖലയുടെ സമഗ്ര വികസനമാണ്. അങ്ങനെ പറയുമ്പോൾ ഈ കോൺടെക്സ്റ്റിൽ നിന്ന് എടുത്തു മാറ്റിയ ഒരു കോൺക്ലേവ് എങ്ങനെയാണ് വരിക? അങ്ങനെയല്ലല്ലോ. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന്മേലാണ് ചർച്ച വേണ്ടത്, അതിന്മേലാണ് തീരുമാനം വേണ്ടത്, അതിന്മേലാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള നിലപാടറിയേണ്ടത്. ദീപ്തി വേഗം മറുപടി പറഞ്ഞോളൂ, നമ്മുടെ സമയം കഴിയുകയാണ്.
അല്ല, രാഷ്ട്രീയം പറയരുത് എന്ന് ഗായത്രി പറയുന്നത് ശരിയല്ല. ഗായത്രി രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ ഇരുന്ന് പറഞ്ഞത്. ഗായത്രിക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചായ ഉണ്ടെങ്കിൽ താങ്കൾക്കത് പറയാം. ഞാൻ രാഷ്ട്രീയം മാത്രമല്ല പറഞ്ഞത്, ഇവിടെ കണ്ട ഒരു തെറ്റിനെയാണ് കാണിച്ചത്. WCCക്ക് ഉള്ള പരാതി, ആ പരാതിയെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോയ ഒരു ഗവൺമെന്റ് 4.5 വർഷം അതിലടയിരുന്ന് അത് പുറത്തു വരുമ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യണ്ടേ? അതെന്തുകൊണ്ടാണ് നിയമമനുസരിച്ച്, നിലവിലുള്ള നിയമമനുസരിച്ച് അവർക്കെതിരെ കേസെടുക്കാൻ കഴിയാതെ പോകുന്നത്? അതിന് ഹൈക്കോടതി പറയേണ്ടി വന്നു. അത് തെറ്റാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നലെയും ഇന്നുമായി സംഭവിച്ച കാര്യങ്ങളും എല്ലാ മന്ത്രിമാരും, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ പ്രതികരണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വമേധയാ കേസെടുക്കേണ്ട പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? കേസ് എടുപ്പിക്കേണ്ട ആഭ്യന്തരമന്ത്രി അതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞ പരാതിയായിട്ട് അവിടെ നിന്നോട്ടെ. ഇനിയും വരാൻ പോകുന്ന കോൺക്ലേവ് നടത്തിയിട്ട് കോൺക്ലേവിൽ എന്താണ് പ്ലാൻ ചെയ്തതെന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം പറഞ്ഞിട്ടില്ല. അപ്പോൾ കോൺക്ലേവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ WCCയിലെ അംഗങ്ങളുടെ പരാതി അങ്ങ് തീർത്ത് കളയാം എന്നാണ് ഗവൺമെന്റ് വിചാരിക്കുന്നതെങ്കിൽ അതിനെതിരെ ആയിരിക്കും പ്രതിപക്ഷം. അത് രാഷ്ട്രീയം മാത്രമല്ല, ഒരു സ്ത്രീപക്ഷവാദം കൂടിയാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരി, അവസാനമായി ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇതിപ്പോൾ കോടതി ഈ തെളിവുകൾ സ്മൃതി ഇതിലൊരു കാര്യം പറഞ്ഞോട്ടെ, അന്ന് വേഗം പറയാമോ? ആശ പറഞ്ഞോളൂ. നമ്മള് ഈ അധികാരം എന്ന് പറയുമ്പോൾ ഈ അധികാരത്തിൽ ആയിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളുടെ ഒരു ധാരണ എന്താണെന്നുള്ളത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന നമ്മൾ പിതൃമേധാവിത്വത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ആ സിസ്റ്റത്തിന്റെ ഏറ്റവും ബാക്ക് ബോൺ ആയിട്ട് പിതൃമേധാവിത്വമാണുള്ളത്. ഇതിൽ ഈ അധികാരമുള്ളവർ എന്ന് പറയുന്നത് അത് മന്ത്രി ആയിക്കോട്ടെ, സിനിമ സംവിധായകനായിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ഈ പറയുന്ന ഏത് ഏരിയയിലുള്ള ആളായിക്കോട്ടെ, ഈവൻ ഞാൻ പ്രവർത്തിക്കുന്ന അക്കാഡമിക്സിൽ ഒരു ഗൈഡ് ആയിക്കോട്ടെ, ഇവരെ സംബന്ധിച്ച് ഈ അവരുടെ അടുത്ത് വരുന്ന ആൾക്കാരോട് ഇത്തരം പെരുമാറ്റങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ സ്ത്രീകളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ഇത് ഒരിക്കലും നമുക്ക് പറയാനും പറ്റിയിട്ടില്ല. അത് ഈ ചർച്ചകളിലൊന്നും ഇത് വരുന്നുമില്ല. ഇത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള കാര്യം ഇവർ ചെയ്യാതിരുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്ന, വയലൻസിൻ്റെ ഫലം അനുഭവിക്കുന്ന ആൾക്കാർ വീണ്ടും തിരിച്ചു ചെന്ന് വീണ്ടും ഈ പരിപാടികൾ മുഴുവൻ നടത്തി വീണ്ടും എന്തുകൊണ്ടാണ് മീറ്റു ഉണ്ടായതെന്ന് പോലും ഇവിടെയുള്ള ആൾക്കാർക്ക് യാതൊരു ബോധവും ഇല്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. മീറ്റു എന്തുകൊണ്ടുണ്ടായി? ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. ഈ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്ത പെൺകുട്ടികളും സ്ത്രീകളും ചേർന്നിട്ട് എത്രയോ വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. എന്നിട്ട് വീണ്ടും ഈ ചർച്ചകൾ മുഴുവൻ ആവർത്തിക്കുന്നത്, എനിക്ക് മീഡിയയോടും ഈ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം ചർവണമാണ്. വീണ്ടും തലങ്ങും വിലങ്ങും ഇങ്ങനെ ചോദിച്ച് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമുക്ക് ഒരു സ്ത്രീവാദ സമീപനമുണ്ടോ? രാഷ്ട്രീയമുണ്ടോ? ഒരു പുതിയ സ്ത്രീവാദ രാഷ്ട്രീയത്തിന്റെ ഉദയമില്ലാതെ ഇവിടെ ഈ പരിപാടി നന്നാവൂല. ശരി, ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ തെളിവുകളെല്ലാം കോടതിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ കോടതി ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് താങ്കളുടെ ഒരു തോന്നൽ? കാരണം പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇനി കോടതിക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. അതുമേലൊരു വലിയ നടപടി ഉണ്ടാവുകയാണെങ്കിൽ മലയാള സിനിമാ മേഖലയിൽ ഒരു വലിയ ഉടച്ചുവാർക്കൽ, അല്ലെങ്കിൽ പലരും ജയിലാകുന്ന രൂപത്തിലുള്ള നടപടിയിലേക്ക് വരെ പോകേണ്ടി വരും. കാരണം പോക്സോ കേസ് അടക്കമുണ്ട് എന്നുള്ള ചില സൂചനകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അതിലപ്പുറം അതിനുശേഷം ചില മൊഴികൾ തന്നെ, ചില വെളിപ്പെടുത്തലുകൾ തന്നെ വന്നിരിക്കുകയാണ്. സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആ രണ്ടാമത്തെ പോർഷൻ ഇപ്പം ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന ഭാഗത്തുണ്ടെങ്കിൽ കോടതി അത് താഴത്തെ കോടതിയിലേക്ക് റെഫർ ചെയ്തിട്ട് FIR ഇടിപ്പിച്ച് അതിൽ അന്വേഷണം വരാനും അതിൽ കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് ഞാൻ 2 പോയിന്റ് കൂടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിരുന്നു ഇവരുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞത് തെറ്റായിട്ടുള്ളൊരു വാദമാണ്. അത് ഒന്നാമത് ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഫങ്ക്ടസ് ഒഫീഷ്യോ എന്ന് പറയും. ആ കമ്മിറ്റി പിന്നെ അവർക്ക് അതിന്റെ പുറത്ത് എങ്ങനെ ആക്ഷൻ എടുക്കണം എന്നുള്ളത് പറയാനുള്ള അവകാശം, അധികാരമേ ഇല്ല. രണ്ടാമത് ഈ WCC മെമ്പർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. ഈ പാട്രിയാർക്കിയുടെ വിവിധ തലങ്ങളിലുള്ള സ്വാധീനം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് എഴുതിയിരിക്കുന്നത് ബാക്കി പല മേഖലകളിലും അങ്ങനെ ഇല്ല എന്നാണ്. ഡോക്ടർമാരുടെ ഇടയിലോ അക്കാഡമിക്സിലോ ഒന്നും ഇല്ല. അത് പക്ഷെങ്കിൽ അവിടെ ഇല്ലാതായി വന്നത് വളരെ വലിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്.
നേരത്തെ നമുക്കറിയാം അക്കാഡമിക് രംഗത്തൊക്കെ വളരെ വലിയ ചൂഷണം നിലനിന്നിരുന്ന ഒരവസ്ഥ. ഇപ്പോഴും അതിൻ്റെ ഭാഗം നടക്കുന്നുണ്ട്. പല സ്ത്രീകളും മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള പല ഇൻസിഡന്റുകൾ നടന്നതിന് ശേഷം, അതിലെ പ്രതിക്രിയ നടന്നതിന് ശേഷമാണ് പല രംഗത്തും ഡോക്ടറുടെ കേസ് പറഞ്ഞപ്പോൾ ഇപ്പോൾ കൊൽക്കത്തയിലെ ഒരു കേസ് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രംഗത്തും സ്ത്രീകളുടെ വിസിബിലിറ്റി കുറവായിരുന്ന ഒരു അവസ്ഥയിൽ ഇതിൽ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ആധിപത്യം ഉള്ളതെന്ന് തോന്നി. ഇപ്പോഴും അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ റെക്കമെൻഡേഷനും വളരെ സീരിയസ് ആയിട്ട് എടുത്ത് നടപ്പാക്കാൻ മീഡിയയ്ക്ക് നിങ്ങൾ ചെയ്യുന്നതിന് ഞാൻ ശ്ലാഘിക്കുകയാണ്. ഇതുപോലുള്ള മീഡിയയിൽ ഇതിൽ വീണ്ടും വീണ്ടും ഡിസ്കഷൻ ഉണ്ടാകണം. അതിൽ ചെറിയ നെഗറ്റീവ്സ് ഒക്കെ ആരോ ചൂണ്ടിക്കാണിച്ചതിനോട് യോജിക്കുന്നില്ല. കാരണം അങ്ങനെയുള്ള ഡിസ്കഷന് നമുക്ക് സുഖമില്ലാത്ത ചോദ്യങ്ങളും വരുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുന്നിൽ വരുന്നത്. ജനങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യണം. ഗവൺമെന്റ് ആണ് ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്യും. തീർച്ചയായും ജനങ്ങളുടെ സമ്മർദ്ദമാണ് ഏറ്റവും വലിയ ശക്തി. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ആശ അച്ചി, അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഗായത്രി വർഷ.